ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. ശക്തവും സ്വയം പര്യാപ്തവുമായ ഭാരതം യാഥാർത്ഥ്യമാകണമെങ്കിൽ പൗരന്മാർ ആരോഗ്യവാന്മാരായിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വൃന്ദാവനിലെ രാമകൃഷ്ണ മിഷൻ സേവാശ്രമം ആശുപത്രിയിൽ നന്ദകിഷോർ സോമാനി ഓങ്കോളജി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് സർക്കാർ നിരന്തര ശ്രമങ്ങൾ നടത്തിവരികയാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. പ്രായോഗിക നയരൂപീകരണത്തിലൂടെയും ആത്മനിർഭരതയിലേക്കുള്ള വ്യക്തമായ മുന്നേറ്റത്തിലൂടെയുമാണ് ഇന്ത്യയുടെ ഊർജ്ജ പരിവർത്തനം മുന്നോട്ടു പോകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുനരുപയോഗ ഊർജ്ജ സഹമന്ത്രി ശ്രീപദ് നായിക് എഴുതിയ ലേഖനം പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. വൈദ്യുതീകരണം, ശുദ്ധമായ ഊർജ്ജം, നിർമ്മാണം എന്നിവയിൽ ശക്തമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആഗോള ഊർജ്ജ മേഖലയിൽ ഇന്ത്യ നിർണായക സ്ഥാനം സൃഷ്ടിക്കുകയാണെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാലം തെറ്റിയ മഴയും ആലിപ്പഴ വർഷവും മൂലമുണ്ടായ വിളനാശം വിലയിരുത്താൻ സർക്കാർ സത്വര നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. നഷ്ടങ്ങൾ വിലയിരുത്തുന്നതിന് സംസ്ഥാന സർക്കാരുകളുമായി ഏകോപന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കേണ്ടത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും ശ്രീ ചൌഹാൻ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ മഹാരാഷ്ട്രയിലെത്തും. നാഗ്പൂരിലെ മഹർഷി വ്യാസ് ഓഡിറ്റോറിയത്തിൽ നാളെ നടക്കുന്ന 29ാമത് ഇന്ത്യൻ യൂത്ത് പാർലമെന്റ് ദേശീയ സെഷനിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് രത്തൻ ടാറ്റ മഹാരാഷ്ട്ര സ്റ്റേറ്റ് സ്കിൽസ് സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിലും 64ാമത് ജൈന ദീക്ഷാ ചടങ്ങിലും പങ്കെടുക്കാൻ അദ്ദേഹം മുംബൈയിലേക്ക് പോകും. ദന്ത വിദ്യാഭ്യാസത്തിൽ കാലാനുസൃതമായ മാറ്റം വരുത്തുന്നതിനും ആരോഗ്യ സംരക്ഷണ നിലവാരം ശക്തിപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ട് ഡെന്റൽ കൌൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് പകരമായി 3 സ്വയംഭരണ ബോർഡുകളും ദേശീയ ദന്ത കമ്മീഷനും കേന്ദ്ര സർക്കാർ രൂപീകരിച്ചു. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചതാണ് ഇക്കാര്യം. മെച്ചപ്പെട്ട ദന്താരോഗ്യ ശീലങ്ങൾ വളർത്തിയെടുക്കാൻ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ലോക വദനാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് സമൂഹ മാധ്യമത്തിലൂടെ നൽകിയ സന്ദേശത്തിൽ ഇത്തരം ശീലങ്ങൾ വളർത്തിയെടുക്കാൻ കുടുംബങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. വദന ശുചിത്വം, ദന്താരോഗ്യം എന്നിവ സംബന്ധിച്ച് അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ടാണ് മാർച്ച് 20 ലോക വദനാരോഗ്യ ദിനമായി ആചരിക്കുന്നത്. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെനി വോങ്, ഇന്ത്യയിലെ ഖസാക്കിസ്ഥാൻ അംബാസിഡർ അസമത്ത് എസ്കരായിഫ്, ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണർ റിയാസ് ഹമീദുള്ള എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തിയതായി ശ്രീ ജയശങ്കർ അറിയിച്ചു. ഇസ്രായേൽ ഇറാൻ യുദ്ധം രൂക്ഷമാകുന്നതിനിടെ ടെഹ്റാനിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം. ഇറാനിൽ നൌറൂസ് ആഘോഷം പുരോഗമിക്കുന്നതിനിടെയാണ് ആക്രമണം. അതേസമയം ഗൾഫിലുടനീളമുള്ള ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഇറാൻ ശക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലാ കളക്ടറേറ്റ് വെയർഹൌസിൽ സൂക്ഷിച്ചിരുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ പരിശീലന ആവശ്യങ്ങൾക്കായി ബന്ധപ്പെട്ട അസിസ്റ്റന്റ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്ക് കൈമാറി. ആദ്യഘട്ട പരിശീലനത്തിന്റെ ഭാഗമായി 170 EVM മെഷീനുകളാണ് കൈമാറിയത്. തിരുവനന്തപുരം ജില്ലയിലെ 6 താലൂക്കുകളിലേക്കാണ് മെഷീനുകൾ നൽകിയത്. വ്രതശുദ്ധിയുടെ നാളുകൾ പിന്നിട്ട് സംസ്ഥാനത്തെ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. രാവിലെ ഈദ് നമസ്കാരത്തിനായി ഈദ് ഗാഹുകളിലും പള്ളികളിലും നിരവധി വിശ്വാസികളാണ് ഒത്തുചേർന്നത്. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ് നമസ്കാരത്തിന് പാളയം ഇമാം VP സുഹൈബ് മൗലവി നേതൃത്വം നൽകി. 2026 അണ്ടർ-23 ത്രിരാഷ്ട്ര ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം സുനിൽ ഛേത്രി പങ്കെടുക്കും. ഈ മാസം 25, 28, 31 തീയതികളിൽ അരുണാചൽ പ്രദേശിലാണ് മത്സരം. ഇന്ത്യ, ഭൂട്ടാൻ, തജിക്കിസ്ഥാൻ എന്നീ 3 ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. 2028 ലോക ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ഇന്ത്യ വേദിയാകും. പോളണ്ടിൽ നടന്ന ലോക അത്ലറ്റിക്സ് കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം. ഒഡീഷയിലെ കലിംഗ സ്റ്റേഡിയം കോംപ്ലക്സ് ആയിരിക്കും പ്രധാന വേദി. ഈ വർഷത്തെ ചാമ്പ്യൻഷിപ്പിന് ഇന്ന് പോളണ്ടിൽ തുടക്കമാകും. രാജ്യത്തെ വിവിധ ഗവേഷണ സ്ഥാപനങ്ങളുടെ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന റിസർച്ച് ആൻഡ് ടെക്നോളജി കോൺക്ലേവ് 2026 തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയുടെ പൂജപ്പുരയിലെ ബയോമെഡിക്കൽ ടെക്നോളജി വിഭാഗത്തിലാണ് പരിപാടി. കോൺക്ലേവ് ഇന്ന് സമാപിക്കും. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ അവധി ദിവസങ്ങളിൽ സ്വീകരിക്കില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. ഈ മാസം 23 വരെ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന 24 നടക്കും. നാമനിർദ്ദേശ പത്രികകൾ 26 വരെ പിൻവലിക്കാം. കേരളം, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 9 നടക്കും. മെയ് 4 വോട്ടെണ്ണൽ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.